കഴിഞ്ഞ ദിവസം ഒരുപാട് വേദനയോടെ നടി സീമാജി നായർ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റിലൂടെ തന്നെ എല്ലാവരും മനസ്സിലാക്കിയ ഒരു സംഭവം, സംഗീത സംവിധായകൻ ദീപക് ദേവിൻ്റെ കുടുംബത്തിനും വലിയൊരു സങ്കടം സംഭവിച്ചു എന്ന് തന്നെയാണ്. ദീപക് ദേവിൻ്റെ ഭാര്യ പിതാവ് അന്തരിച്ചു എന്നും അത് സീമയുടെ ജ്യേഷ്ഠനാണ് എന്നും ഇന്നലെയാണ് പ്രേക്ഷകർ മനസ്സിലാക്കിയത്. ഒട്ടും വൈകാതെ തന്നെ ഇതിനു പിന്നാലെ സംവിധായകൻ ദീപക് ദേവ് പോസ്റ്റ് പങ്കുവച്ച് എത്തിയിരുന്നു. നിങ്ങൾ ഒരു വേദനയില്ലാത്ത ലോകത്തേക്ക് പോയല്ലോ. ഒരുപാട് നാൾ വേദന സഹിച്ചു, ഒരുപാട് നാൾ വേദന തിന്നു. അതിനുശേഷം ഇപ്പോൾ വേദനകളില്ലാത്ത ലോകത്തേക്ക് നിങ്ങൾ സ്വാതന്ത്ര്യമായി പോകുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ആശ്വാസമാണുള്ളതെന്ന് ദീപക് ദേവ് പറയുന്നുണ്ട്. അതിലൂടെ തന്നെ അച്ഛൻ കടന്നുപോയത് വളരെയധികം വേദനയിലൂടെയാണ് എന്ന ദീപക് ദേവ് പറയാൻ ശ്രമിക്കുന്നതായി മനസ്സിലാകുന്നുണ്ട്. ദീപകിൻ്റെ ഭാര്യ സ്മിതയുടെ അച്ഛനാണ് ഗിരിജൻ. രേണുക എന്ന പ്രശസ്തമായ ഗായികയുടെ ഭർത്താവാണ് അദ്ദേഹം. സീമയുടെ ജ്യേഷ്ഠൻ. സീമയുടെ സഹോദരി രേണുകയെ വിവാഹം കഴിച്ചത് ഗിരിജനാണ്. അതുകൊണ്ട് തന്നെ സീമ വളരെ ചെറുതിലെ അച്ഛനോളം കണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഗിരിജൻ എന്നുകൂടി പറയുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ വളരെയധികം തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. ഇപ്പോൾ നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആരാധകർക്കൊക്കെ വളരെയധികം സ്നേഹമാണ് ഇപ്പോൾ ഈ കുടുംബത്തോട് പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങൾ കടന്നു പോകുന്ന വേദന എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരി ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ വേദനയില്ലാത്ത ലോകത്തേക്ക് പോയി എന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആശ്വാസം തന്നെയാണ്. നിരവധി പേരാണ് ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ തന്നെ പ്രതികരിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹം തോന്നുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ പ്രതികരിക്കുകയും ഒപ്പം ദീപകിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ദീപകിൻ്റെ കരിയറിലും വലിയൊരു പങ്ക് വഹിച്ച മനുഷ്യൻ തന്നെയാണ് ഗിരിജൻ. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് പിന്തുണയുമായി നിന്നതും അച്ഛൻ്റെ സ്ഥാനം അന്നു മുതൽ ഇന്ന് വരെ കൈവരിച്ചിരുന്നതും അദ്ദേഹം തന്നെയാണ്. തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് തന്നപ്പോൾ തന്നെ അദ്ദേഹം ദീപകിനും അച്ഛനായി മാറുകയായിരുന്നു. നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു ദീപകിന്. ഒരച്ഛനേക്കാൾ ഉപരി സൗഹൃദത്തിന് പുറമേയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കാമായിരുന്നു. തൻ്റെ കരിയറിൽ തന്നെ വളരെയധികം അദ്ദേഹം ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം വളരെയധികം നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് ആരോട് ചോദിച്ചാലും പറയും. എല്ലാവർക്കും ആ ഒരു ഉത്തരം മാത്രമാണ് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവരും അത് മാത്രമാണ് ഇപ്പോഴും പങ്കുവയ്ക്കുകയും സ്നേഹത്തോടെ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നത്. ആ കുടുംബത്തിൻ്റെ നഷ്ടം ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ് എന്ന് മനസ്സിലാകുന്നുവെന്നും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ മലയാളികൾ നിൽക്കുന്നുവെന്നും നിരവധി പേരാണ് ഇപ്പോൾ ഇതിന് കമൻറ്റുമായി എത്തുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.